ബംഗളൂരു നഗരത്തിൽ വീണ്ടും പുലിയിറങ്ങി. നോർത്ത് സോൺ സബ് ഡിവിഷനിലാണ് പുലിയെ കണ്ടത്. 2 പുലികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്നാണ് റിപ്പോർട്ട്. അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയ പുലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇപ്പോൾ കാണുന്നത് ഈ അപ്പാർട്ട്മെൻറ്റ് താഴെയുള്ള ഫ്ലോറിൽ 2 പുലികൾ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. ഇത് ബംഗളൂരു പട്ടണത്തിൽ നിന്നുള്ള ദൃശ്യമാണെന്ന് പ്രേക്ഷകർ അറിയുക. അപ്പം ഈ പട്ടണത്തിലൊക്കെ ഇപ്പോൾ പുലിക്ക് സുഖവാസത്തിനുള്ള സമയമായി, താമസിക്കാൻ സൗകര്യമുള്ള പ്രദേശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. ബംഗളൂരു നഗരത്തിലും വലിയ ഐ ടിയുടെ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കർണാടകത്തിലെ ബംഗളൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. 2 പുലികൾ, വളരെ ലൈസൻസുള്ള 2 കാട്ടുമൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പ്രേക്ഷകർ കണ്ടല്ലോ. ബാംഗ്ലൂരിൽ നിന്ന് അരുൺ ഭൂപ്പറമ്പ് ചേരുന്നു. അരുൺ, എപ്പോഴാണ് ഈ പുലികളെ കണ്ടെത്തിയത്? എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? SKN ബംഗളൂരു നോർത്തിലാണ് നിലവിൽ ഈ പുലികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരു പുലിയല്ല, 2 പുലികളെയാണ് ഈ CCTV ദൃശ്യത്തിൽ. അവിടെ രാമകൊണ്ടനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. അത് ബംഗളൂരു നോർത്ത് പരിധിയിൽ വരുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിനുശേഷം ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വനം വകുപ്പിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. വനം വകുപ്പ് അവിടെ എത്തി ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് പുലിയുടെ സാന്നിധ്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബംഗളൂരു നഗരത്തിൽ ആദ്യമായിട്ടല്ല പുലിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത്. നേരത്തെ ഇലക്ട്രോണിക് സിറ്റിയിൽ, അതായത് നഗര കേന്ദ്രീകൃതമായ വലിയ തിരക്കുള്ള ഇലക്ട്രോണിക് സിറ്റിയിൽ പുലി ഇറങ്ങിയതായി അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നീട് അതും വനം വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ആ പ്രദേശത്ത് നൽകിയിട്ടുണ്ട്. ഈ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശം, അത് ഈ അപ്പാർട്ട്മെൻറ്റുകളും ഫ്ലാറ്റുകളുമെല്ലാം കൂടുതലായി ഉള്ള ഒരു പ്രദേശമാണ്. അത്രത്തോളം ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ബനർഘട്ട വനമേഖലയിൽ നിന്നാണ് ഈ പുലികൾ ഈ നഗരപ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്നൊരു നിഗമനത്തിലാണ് എന്തായാലും വനംവകുപ്പ് ഉള്ളത്. അവിടെ ആ പ്രദേശത്താകെ രാത്രിയും അതോടൊപ്പം തന്നെ ഇപ്പോഴൊക്കെയായി പരിശോധന തുടരുകയാണ്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ IT മേഖലയാണ്. നിരവധി ഈ അപ്പാർട്ട്മെൻറ്റും ഫ്ലാറ്റുകളുമെല്ലാമായി നിരവധി ആൾക്കാർ താമസിക്കുന്ന പ്രദേശത്ത് തന്നെയാണ് ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്.